ഹലോ, വെൽക്കം ബാക്ക് ടു ലേഡീസ് പ്ലാനറ്റ്. ഇന്ന് നമ്മൾ ചെയ്യുന്നത് അരിപ്പൊടിയും മീനും കൊണ്ട് വളരെ ടേസ്റ്റി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്നുള്ളത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിൻ്റെ മുൻപായിട്ട് താഴെ കാണുന്ന ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ആദ്യം നമുക്ക് ഇതിലേക്കുള്ള മീനൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതൊന്ന് മസാല പുരട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഉപ്പും അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള ഉപ്പും 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഒരു പാത്രത്തിലേക്ക് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂൺ വിനാഗിരി അതായത് സുർക്ക കൂടെ ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കുള്ള മീനും നമ്മൾ പൊരിച്ചിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു സ്നാക്കിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇനി നിങ്ങൾക്ക് പൊരിക്കാൻ താല്പര്യമില്ലെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇതുപോലെ 6 പീസ് മീനാണ്, അതൊന്ന് മസാല പുരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു അരമണിക്കൂറിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് അതിലേക്ക് മീൻ വെച്ചിട്ട് തിരിച്ചും മറിച്ചും നമ്മൾ സാധാരണ മീൻ പൊരിച്ചതൊക്കെ ചെയ്യുന്ന രീതിയിൽ ഒന്ന് പൊരിച്ചെടുക്കാം കേട്ടോ. പൊരിച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ സ്നാക്കിന് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേവിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മീനിവിടെ പൊരിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടെ എണ്ണ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് ഇതിലേക്ക് വലിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും 2 തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഈ സമയത്ത് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ ഒരു സവാളയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്. അപ്പോൾ ഇതൊന്ന് വഴന്ന് വരുന്ന സമയത്ത് ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം മാറുമ്പോൾ ഇതിലേക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/2 ടീസ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. മസാലപ്പൊടികളൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഗരം മസാല വേണമെങ്കിൽ അതും മല്ലിപ്പൊടി വേണമെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പൊടികളുടെ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമ്മളിവിടെ പൊരിച്ച് വെച്ചിട്ടുള്ള മീനില്ലേ അതിൻ്റെ മുള്ളൊക്കെ മാറ്റിയതിന് ശേഷം മീൻ ഇതിലേക്ക് ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കാം. ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ മസാലയൊക്കെ നല്ല പോലെ ഇതിൽ പിടിച്ച് കിട്ടണം. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ ഒരു 2-3 മിനിറ്റൊക്കെ ഇളക്കിയതിന് ശേഷം കുറച്ച് മല്ലിയിൽ അരിഞ്ഞതും കൂടെ ചേർത്ത് ഇളക്കിയിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു മീൻ കൊണ്ടുള്ള ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഞാനിവിടെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നമ്മൾ പത്തിരി ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ അതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു അരപ്പ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരവിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ചുവന്നുള്ളിയുടെ അല്ലിയും 1/2 ടീസ്പൂൺ ചെറിയ ജീരകവും. ഇത് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ അരിപ്പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ അരിപ്പൊടിയും തേങ്ങയും കൂടെ കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതെല്ലാ ഭാഗത്തേക്കും എത്താൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് നൂൽപുട്ടൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നല്ല തിളച്ച വെള്ളം ഉപ്പ് ചേർത്തിട്ട് അതുകൊണ്ട് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാറില്ലേ ആ രീതിയിൽ നമുക്ക് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പത്തിരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ പൊടി വാട്ടിയെടുക്കുകയാണല്ലോ ചെയ്യുക. ഇതുപോലെ ഒരു ബൗളിൽ ആദ്യം പൊടി എടുത്തിട്ട് അതിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ. കണ്ടോ ഈ ഒരു പരുവത്തിലാണ്. നമ്മൾ ഇടിയപ്പമൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന പോലെ കുറച്ച് ലൂസായിട്ടുള്ളൊരു മാവാണ് കേട്ടോ വേണ്ടത്. നല്ല പോലെ പത്തിരിയുടെ പോലെ നല്ല തിക്കായിട്ടൊന്നും വേണ്ട. ഒരു 2 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് അങ്ങോട്ട് കുഴച്ച് സോഫ്റ്റാക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി കയ്യിൽ ഇതുപോലെ ഒരു പിടി എടുത്തിട്ട് കയ്യിൽ വെച്ചിട്ടൊന്ന് പരത്തിയിട്ട് ഈ ഫില്ലിങ് ഉള്ളിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്കിത് റെഡിയാക്കി എടുക്കാം. നിങ്ങൾക്ക് ബോളായിട്ടോ അല്ലെങ്കിൽ കട്ട്ലറ്റ് പോലെ പരത്തിയിട്ടോ അങ്ങനെ എങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കൽമാസൊക്കെ ഉണ്ടാക്കില്ലേ ആ ഒരു ഷേപ്പിലാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് ശരിക്കും ഒതൻറ്റിക് കൽമാസിൻ്റെ റെസിപ്പിയൊന്നുമല്ല. കൽമാസ് നമ്മൾ പുഴുങ്ങലരി വെച്ചിട്ടാണ് ചെയ്യുക. അപ്പോൾ ഈ അരിപ്പൊടി വെച്ചിട്ട് മീനിൻ്റെ ഫില്ലിങ് വെച്ചിട്ട് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഏകദേശം കൽമാസൊക്കെ ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മളിപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ഓരോന്നും നമുക്ക് ഷേപ്പ് ചെയ്തതിന് ശേഷം നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സ്റ്റീമറിൽ വെള്ളം തിളപ്പിച്ചിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഒന്ന് എണ്ണ പുരട്ടി കൊടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഈ ഒരു നമ്മൾ ഷേപ്പ് ചെയ്തെടുത്തത് വെച്ച് കൊടുക്കുന്നത്. അത് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 10 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ആവി കയറ്റുമ്പോഴേക്കും നല്ല പോലെ വെന്ത് കിട്ടും. ആ സമയം കൊണ്ട് ഇതിലേക്കൊരു മസാല ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെള്ളം ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു സ്നാക്ക് ഇവിടെ വെന്ത് വന്നാൽ
തണുത്തതിന് ശേഷം ഈ മസാലയിൽ ഡിപ്പ് ചെയ്തിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നമ്മൾ കൽമാസ് ചെയ്യുന്ന അതുപോലെ തന്നെയാണ് ചെയ്യുന്നത്, എന്നാൽ നമ്മളിത് അരിപ്പൊടിയിലാണ് ചെയ്യുന്നതെന്ന് മാത്രം. പിന്നെ മീനിൻ്റെ ഫില്ലിങ്ങുമാണ് വെക്കുന്നതെന്ന് മാത്രം. ഇതുപോലെ നമുക്കിതൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങോട്ട് മൊരിച്ചെടുക്കണ്ട കേട്ടോ, ജസ്റ്റ് തിരിച്ചും മറിച്ചും ഇട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്, ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാനും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്